പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ക്ഷമയുടെ പരിവർത്തന ശക്തി, അല്ലെങ്കിൽ ക്ഷമയുടെ ആഴമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സംഭവം. അതാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 47-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചോ, ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്നത് പാപിനിയായ സഹോദരിയോട് അനേകം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവൾ വളരെ അധികം സ്നേഹിച്ചു എന്ന് യേശു ഈ സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. ശിമയോനുമായി ഒരു താരതമ്യം ചെയ്യുന്നു. ശിമയോന് കുറച്ച് ക്ഷമിച്ചിട്ടും കുറച്ച് സ്നേഹം മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തർത്ഥമാക്കുന്നത്? ക്ഷമയും സ്നേഹിക്കുവാനുള്ള കഴിവും തമ്മിലുള്ള ബന്ധം ഈശോ എടുത്ത് കാണിക്കുക. ശിമയോൻ അതിഥിയായിരുന്നില്ലേ? അടിസ്ഥാനപരമായിട്ട് ആതിഥ്യം നൽകുന്നതിൽ ശിമയോൻ പരാജയപ്പെട്ടു. എന്നാൽ ഈ സഹോദരിയോ ദൈവം ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അഭിഷേകം ചെയ്ത് യേശുവിൻ്റെ വലിയ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചത് യേശു നിരീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്ഷമയുടെ ആവശ്യകത മനസ്സിലാക്കുന്നവർക്ക് സ്നേഹിക്കുവാനും നന്ദി പ്രകടിപ്പിക്കാനും കൂടുതൽ ആഗ്രഹമുണ്ട് തിരിച്ചറിയാം. അപ്പം ശിമയോനോടും ആ സഹോദരിയും രണ്ടുപേരിയ്ക്കുന്നു. പക്ഷേ ഈ പാപിനിയ സ്ത്രീയെ അവളുടെ കൂടുതൽ ക്ഷമിച്ചു. അപ്പോൾ ആ സഹോദരി കൂടുതൽ യേശുവിനെ സ്നേഹിച്ചു. ഓർക്കുക പ്രിയമുള്ളവരെ, അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് കേവലം നിയമപരമായ ഒരാശയമല്ല, മറിച്ച് ഹൃദയത്തെ മാറ്റുകയും ഒരു വ്യക്തിയെ ആഴത്തിൽ സ്നേഹിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു പരിവർത്തന ഭാവമാണ്. അതാണ് ആ മാൾക്കുണ്ടായ മനസ്സിൻ്റെ പരിവർത്തനം. തൻ്റെ പാപങ്ങളെല്ലാം, നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ ഹൃദയം പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുത്തു. ഒപ്പം സൈമണിൻ്റെയും ഈ സഹോദരിയുടെയും വിനയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൈമൺ സ്വയം നീതിയും ക്ഷമയുടെ സ്വന്തം ആവശ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അയാൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്നേഹിക്കേണ്ടതുപോലെ തന്നെ യേശുവെ സൈമൺ സ്നേഹിച്ചില്ല. എങ്കിൽ ഓർക്കുക പ്രിയമുള്ളവരെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയോടുള്ള പ്രതികരണവും അവൻ്റെ ക്ഷമയോടുള്ള നന്ദിയുടെ പ്രകാശനമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഒന്നോടെ അച്ഛൻ പറയാം, സ്നേഹം എന്ന് പറയുന്നത് വികാരമാണ്. എന്നാൽ മറിച്ച് വികാരമല്ല എന്ന് പറയുന്നില്ല, മറിച്ച് ദൈവം ഈ സഹോദരിയെ ക്ഷമിച്ചപ്പോൾ എന്തൊരു സ്നേഹമാണ് ആ സഹോദരി പങ്കുവച്ചത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയോടുള്ള പ്രതികരണമാണ്. ഒപ്പം തന്നെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. എങ്കിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിമയോനെയും ഈ പാപിനിയ സഹോദരൻ ധ്യാനിച്ചുവെങ്കിൽ നമുക്കിപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നിന്നോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ എപ്പോഴും പ്രചോദിതനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കാതെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, പ്രത്യേകിച്ച് ശിമയോനെയും പാപിനിയ സ്ത്രീയെയും ഞങ്ങൾ ധ്യാനിക്കുവാൻ നീ തന്ന അവസരത്തെ നന്ദി പറയുന്നെങ്കിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത നിരവധി അനുഗ്രഹം ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.